ഞാൻ നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. എൻ്റെ പേര് ബിബിത. ഞാൻ ഇരയുടെ സ്റ്റാഫാണ്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച് ഈ സോഷ്യൽ യൂണിറ്റ് ഈ സ്കൂളിൽ നടത്തിയത്. ഞാൻ അടങ്ങുന്ന 5 അംഗങ്ങളാണ്. ആ 5 അംഗങ്ങൾ ആയിരിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും 5 പേരെ നിർദ്ദേശിക്കാനാണ് സാറിന് പറഞ്ഞിരുന്നത്. PTA പ്രതിനിധികളല്ലാത്ത 5 പേര്. 5 പേര് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് ഞാൻ വന്നപ്പോൾ കൂടെ 5 പാരൻസ് ഇവിടെ ഉണ്ടോ? ഒന്ന് കൈവക്കോ. 5 പേര്. പിന്നെ ഒരാള് ഇന്നാണ് അന്ന് പറ്റിയില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേര് വന്നിട്ടുള്ളൂ. രഞ്ജിത, രത്ന, സത്യ, ദിവ്യ, മഹേശ്വരി. ഇത്രയും പേരാണ് നമ്മൾ 5 പേര് അടങ്ങുന്ന ടീം. 5+1 ഞാൻ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ PM പോഷൻ പദ്ധതി പ്രകാരം സാർ വളരെ കൃത്യമായിട്ട് അറിയിച്ചു വിവരങ്ങളെല്ലാം. എന്താണ് പദ്ധതി എന്നും അതിൽ നമ്മൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നടക്കുന്നത്, അത് വളരെ കൃത്യമായിട്ടാണ് നടന്നു പോകുന്നത്. അതിനെ പറ്റിയുള്ള എല്ലാ രജിസ്റ്ററുകൾ പരിശോധനയും നമ്മുടെ സ്കൂള്, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്, അമ്മമാര് ഉണ്ടായിരുന്നു, നമ്മളെല്ലാം നടന്നു കണ്ടിരുന്നു. ഇവിടുത്തെ രീതികൾ, ശുചിത്വം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കൂളിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കും. റിപ്പോർട്ട് അവതരണത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സോഷ്യൽ ഓഡിറ്റാണ്, ജനകീയമാണ്. നമ്മൾ അധികാരികൾ മാത്രം സ്കൂളിന്റെ കാര്യം അറിഞ്ഞിരുന്നാൽ പോരാ. ഇതിനു വേണ്ടി ഇവിടെ പണിയെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ യഥാർത്ഥ വശങ്ങൾ അറിയുന്ന നമ്മുടെ മാതാപിതാക്കളാണ്. ഒരു തുറന്ന ചർച്ചയാണ്. അത് വേറെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറയുക. നിങ്ങൾ കുട്ടികൾ പറയുന്നുണ്ടാവും, സാർ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളും ഈ ഭക്ഷണം കഴിക്കണം. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം നിലവാരത്തിലുള്ളതാണ്, അത് ഗുണകരമായിട്ട് തന്നെയാണോ, എങ്ങനെയാണ് എന്നുള്ളത് മാതാപിതാക്കൾ കൃത്യമായിട്ട് കഴിക്കുകയും ഇവിടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. അതില് മാതാപിതാക്കളും സ്വന്തം അഭിപ്രായങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതും ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കുകയും വേണം. ഇന്നത്തെ ചർച്ചയിൽ സജീവമായൊരു പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ട് വായനയ്ക്ക് ശേഷം ഒരു ചെറിയ ചർച്ച പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് തുറന്നു പറയാനായിട്ട് ശ്രദ്ധിക്കണം. റിപ്പോർട്ട് വായിക്കാനായിട്ട് നമ്മുടെ ടീച്ചർ ശ്രീജ ടീച്ചറെ ക്ഷണിച്ചു കൊള്ളുന്നു. ടീച്ചറാണ് മാതാപിതാക്കൾക്ക് വേണ്ടി റിപ്പോർട്ടുകൾ വായിക്കാൻ പോകുന്നത്.